ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മാച്ച് ആൻഡ് ഷേക്ക് ഹാൻഡ്. ഇത് വൻ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ക്രിക്കറ്റ് സർക്കിളിൽ, ഞാൻ ആക്റ്റീവായിട്ടുള്ള ക്രിക്കറ്റ് സർക്കിളിലൊക്കെ അതിഭീകരമായ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് പറയുന്നു സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു ബഞ്ച് ഓഫ് പ്ലെയേഴ്സ്, നിങ്ങളുടെ പ്രീവിയസ് ലെജൻസിനെ കണ്ടു പഠിക്കണം. അവരൊക്കെ ഓരോ മാച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പാകിസ്ഥാൻ ടീമിനോട് ബിഹേവ് ചെയ്തിരുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് പൊളിറ്റിക്സ് എന്തിനാണ് ക്രിക്കറ്റിൽ, സ്പോർട്സിൽ പൊളിറ്റിക്സ് ഉണ്ടോ, 100 ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ ആദ്യമേ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാൻഡ്, ഞാൻ ക്രിക്കറ്റ് അത്ര ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. സൂര്യകുമാർ യാദവ് പറഞ്ഞ അതേ കാര്യം ഞാൻ എൻഡോസ് ചെയ്യാണ്. ഇവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ മുകളിൽ നമ്മുടെ രാജ്യത്തിനോടുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ റെസ്പെക്റ്റ്, നമ്മുടെ സ്നേഹം, അതാണ് വേണ്ടത് ഫസ്റ്റ്. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള പഹൽഗാം ഇഷ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാര്യം സൂര്യ ആൻഡ് ടീംമേറ്റ്സ് ചെയ്തതിന് ഞാൻ 100% യോജിക്കും. അപ്പം ഇനിയിപ്പോൾ ഈ കാണുന്ന വ്യൂവർഷിപ്പിൽ കുറച്ച് പേരെങ്കിലും എന്നെ പിടിച്ച് സംഖ്യയാക്കും, എനിക്കറിയാം. അങ്ങനെ ആക്കുന്നവരോടാണ് ലൈഫിൽ മങ്കിയാവാൻ പറഞ്ഞാലും ഞാനൊരു സംഖ്യയാവില്ല. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് ആസ് എ പേഴ്സൺ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഫൈൻ, ബിക്കോസ് എനിക്ക് ഈ പഹൽഗാം ഇഷ്യൂവിന് ശേഷം എനിക്ക് ആ ഒരു രാജ്യത്തിനോട്, പിച്ചസ്ഥാനോട് അതിഭീകരമായ വെറുപ്പാണ്. ഓക്കെ, ഈ ഒരു ഇഷ്യൂവിൻ്റെ മുന്നേ വരെ ഞാൻ അവിടെയും കുറച്ച് ആളുകൾ കാണും, ഒരു ചെറിയ രീതിയിലെങ്കിലും എന്തിനാണ് ഒരു ഡിപ്ലോമാറ്റിക് ലൈനിൽ പോയിക്കൂടെ എന്നുള്ളതൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആഫ്റ്റർ ദിസ് പഹൽഗാം ഞാൻ പറയാലോ, എനിക്ക് ആ രാജ്യത്തിനോട് തീർത്താ ദേഷ്യമാണ്. ഞാനിതെൻ്റെ അന്ന് ചെയ്ത വീഡിയോകളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഇഷ്യൂ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പല രീതിയിലാണ് ഇത് മീഡിയയിലൊക്കെ വന്നു പോകുന്നത്. ആദ്യം ആ മാച്ചിൻ്റെ ഒരു സിനാരിയോ എടുത്ത് നോക്കിയാൽ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ICUലായിരുന്നു. ഇന്ത്യ അടിച്ച് മോർച്ചറിയിലാക്കിയ അവസ്ഥയിൽ തല്ലി തീർക്കുക, തച്ച് സൈഡാക്കുക എന്നൊക്കെ പറയില്ല, ആ അവസ്ഥയിലാണ് അടിച്ചു തീർത്തത് വരെ. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും പാകിസ്ഥാനാണ് ആദ്യം ബാറ്റ് ചെയ്തത്. വലിയ ഡയലോഗായിരുന്നു, ബുംറേനെ അടിച്ച് സൈഡാക്കുന്നു സൈം അയ്യൂബ്. ചെങ്ങായി ബുംറ വരാൻ വരെ കാത്തു നിന്നില്ല, അതിന് മുമ്പേ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റും കൊടുത്തു പോയി. പെരും ഡയലോഗായിരുന്നു, 6 6 അടിക്കും ബുംറേനെ എന്നൊക്കെ ആയിരുന്നു. എന്തായാലും ബുംറ ക്യാച്ച് എടുത്തു, ഹർദിക്കിൻ്റെ ബോളിൽ. അങ്ങനെ അയ്യൂബ് ഹുദാഹവ. അതിനുശേഷം പിന്നെ ഫർഹാൻ്റെ ചെറിയൊരു ഗ്ലിംസ് കണ്ടു. അതിനകത്ത് തന്നെ ബുംറേനെ അടിച്ച 2 6 വെരി കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ഫക്കർ സമാൻ ഒന്ന് പിടിച്ചു വെക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ വാലറ്റത്ത് നമ്മളെ ഷഹീൻ ഷാ ഫ്രീദിനെ 6 നല്ല 6 ആയിരുന്നു അറിയാം, 4 6 ആട്ടി നല്ല ഗിൻഡൽ അടി അടിച്ചു ഹർദിക്കിന്. പിന്നെ എനിക്ക് തോന്നുന്നത് ആരെ അടിച്ചത്, ഹർദിക്കിനും കുൽദീപിനെറ്റ് അടിച്ചു പോകുന്നുണ്ട്. ആ നല്ല അടിയായിരുന്നു, 4 6 നല്ല 6 അടിച്ച്. അങ്ങനെ അവരുടെ ബാറ്റിംഗ് ഒരു സൈഡിൽ അങ്ങോട്ട് തീരുമാനമായതോട് കൂടിയിട്ട് അഭിഷേക് ശർമ്മേൻ്റെ വെടിക്കെട്ട് ജാതി അടി എന്നൊക്കെ പറഞ്ഞാൽ ചള്ളക്കൂടിയുള്ള അടിയാണ് അഭിഷേക് അടിച്ചു തുടങ്ങിയത്. ഗില്ല ആവേശം മൂത്ത് ഔട്ടായി. സൂര്യ ബർത്ത്ഡേ ആയിരുന്നു സൂര്യയുടെ, ദ കൂൾ. ഞാനുണ്ട് ആ ഐറ്റം തന്നെയാണ് കണ്ടത്. തിലക് വർമ്മയും കൂടി ഒപ്പായപ്പോൾ അവരടിച്ച് തീർത്തു. അങ്ങനെ അടിച്ചു തീർത്ത സമയത്ത് ശിവം ദൂബിയും നമ്മുടെ സൂര്യകുമാർ യാദവും ആയിരുന്നു ക്രീസിൽ. കളി കഴിഞ്ഞു, അവർ രണ്ടുപേരും വളരെ കൂളായിട്ട് നടന്ന് തിരിച്ച് ഡ്രസ്സിങ് റൂമിൽ വന്നു. അവർ ഇന്ത്യൻ പ്ലേയേഴ്സ് തമ്മിൽ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. പാകിസ്ഥാൻ പ്ലേയേഴ്സ് വെർ വെയിറ്റിംഗ് ഡൗൺ സൈഡ് ദ ഗ്രൗണ്ട്. അവർ തിരിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സ് വരുന്നു വിചാരിച്ചു. ആ വഴിക്ക് ഒരു മനുഷ്യൻ പോയില്ല, അവർ ഡോറ് അടച്ച് അവരെ വഴിക്ക് പോയി. ഈ വിഷയത്തിൻ്റെ ഒരു എസ്കലേഷൻ തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏഷ്യ കപ്പിൻ്റെ മാച്ച് പ്രിപ്പറേഷൻസും പരിപാടികളൊക്കെ നടക്കുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളുടെ ക്യാപ്റ്റന്മാരും കൂടി ഉള്ളൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഈ കോൺഫറൻസിനകത്ത് ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റന് കൈ കൊടുക്കാതെ ഒരു പോക്ക് പോയി ആകാം. ഓക്കെ, സൽമാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിഷ്വൽസ് ഞാൻ വെക്കുന്നുണ്ട്, കൈ കൊടുത്തില്ല, തിരിഞ്ഞു നോക്കാതെ ഒരു വഴിക്കാൻ വിട്ടു. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ അതിഭീകരമായ പാക് സ്നേഹം കൊണ്ട് നടക്കുന്നവരൊന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. മനസ്സിലായ? ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല, ഇതെവിടെയും ഡിസ്കഷനിൽ ഞാൻ കാണുന്നില്ല. പിന്നെ അപമാനം തുടങ്ങിയത് പാകിസ്ഥാന് കളി തോറ്റപ്പോൾ മുതലല്ല, അവരുടെ നാഷണൽ ആന്തം ഇട്ടപ്പോൾ മുതൽ തന്നെ
അവർ അതിഭീകരമായി അപമാനിക്കപ്പെട്ടിരുന്നു. സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ്റെ നാഷണൽ ആന്തം ഇട്ട് ഒരു നെഞ്ഞത്ത് കൈ വെച്ച ആ ഒരു ടൈമിൽ തന്നെ നാഷണൽ ആന്തത്തിന് വരും ജലേബി ബേബിയാണ് പാടിയത്. ജലേബി ബേബി പാടിയോട് കൂടിയിട്ട് കൈ താത്തേണ്ട ഒരു അവസ്ഥയിലെത്തി. അവിടെ ഇവർ നാണം കെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയായി. പിന്നെ ഓബിയസ്ലി കളി തോറ്റോട് കൂടിയിട്ട് നാണക്കേട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സൂര്യകുമാർ യാദവിനോട് മാച്ചൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ്റെ സമയത്ത് സൂര്യകുമാർ യാദവ് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇതിൽ പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പൊളിറ്റിക്സ് എന്താ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ BJPയുടെ രാഷ്ട്രീയമോ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമോ മോദിയുടെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. അത് അതിർത്തിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആർമിക്കാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ മണ്ണിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് സൂര്യകുമാർ യാദവ് അവിടെ പറഞ്ഞത്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയല്ലേ കളിച്ച്, പണമുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഈ മാച്ച് ബോയ്ക്കോട്ട് ചെയ്യണം, മാച്ച് കാണരുത്, ഇവിടെ സുപ്രീം കോടതി വരെ പോയൊരു സംഗതിയാണ് ഏഷ്യ കപ്പ് കളിക്കരുത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ലെജൻസ് മാച്ച് അതിനിടയിൽ അവർ വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത്രയും വലിയൊരു ഇവൻ്റാണ്. ഓക്കെ, ഇത്രയും വലിയൊരു ഇവൻറ്റിൽ നിന്ന് മാറി നിന്നാൽ നമ്മുടെ പ്ലെയേഴ്സിനും നമ്മുടെ ബോർഡിനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മാച്ച് കളിച്ചു, മാച്ച് ഇന്ത്യ ജയിച്ചു. മാച്ച് കളിച്ചതിന് ശേഷവും ശത്രു രാജ്യത്തുള്ള ആളുകളോട് പോയിട്ട് മാച്ച് കളിച്ചത് തന്നെ അവർക്കൊരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. പിന്നെ അതിനുശേഷം അവർക്ക് പോയി കൈ പിടിക്കണം കെട്ടിപ്പിടിക്കണം എന്നൊന്നുമില്ലല്ലോ. ഈ പെഹൽഗാം ഇഷ്യൂവിന് ശേഷം അത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇവിടെ കാണിക്കണ്ട. നമുക്ക് സൂര്യകുമാറിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവാം. Thank you so much, and I just wanted to say something. I think it's a perfect occasion, and taking the time out, we stand by with the victims of the families of Pahalgam terror attack, and we express our solidarity. And also, most important thing for me, we want to dedicate today's win to all our armed forces who showed a lot of bravery. And they hope they continue to inspire us all, and we give them more reasons on the ground whenever we get an opportunity to make them smile. Thank you. നമ്മുടെ ആംഡ് ഫോഴ്സസിന് വേണ്ടിയിട്ടാണ് അവിടെ സൂര്യകുമാർ യാദവ് സംസാരിക്കുന്നത്. അവരാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലേ? രാപ്പകലില്ലാതെ അവർ ജീവൻ പോലും പണയം വെച്ച് അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണ് നമുക്ക് അവരെ പ്രൗഡാക്കാന്നുണ്ടെങ്കിൽ നമ്മളവരെ പ്രൗഡാക്കണം. ശത്രുരാജ്യത്തിന് അടിച്ചിടുക ഇതെവിടെ? അപ്പോൾ അതിലൊരു ഇപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എനിക്ക് ആക്സെപ്റ്റബിളാണ്. സൂര്യകുമാർ യാദവ് പറഞ്ഞ് ഈ രാഷ്ട്രീയം എനിക്ക് ആക്സെപ്റ്റബിളാണ്. ഈ രാഷ്ട്രീയം കൊണ്ടുപോയിട്ട് മോദീൻ്റെ തൊഴുത്തിലും സംഘീൻ്റെ തൊഴുത്തിലും കൊണ്ടുപോയി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പിച്ചസ്ഥാനെ സ്നേഹിക്കുന്നവന്മാർ ഈ മണ്ണിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ലീപ്പർ സെല്ല് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരുടെ 10 കമൻറ്റും ഈ പറഞ്ഞ 4 വർത്തമാനങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തി സൈഡാക്കി ഒഴിവാക്കി വിടുകയാണ് വേണ്ടത് സത്യത്തിൽ. അല്ല, ഞാൻ നോക്കുമ്പോൾ ഇതിൽ വളരെ ഡിപ്ലോമാറ്റിക് ലൈനിൽ ഇരുന്നുകൊണ്ട് വളരെ ന്യൂട്രൽ ഫേസിൽ ഇരുന്നുകൊണ്ടൊക്കെ സംസാരിക്കുന്നവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. പാകിസ്ഥാനാണ് ജയിച്ചിരുന്നെങ്കിൽ, ഒറ്റ ചോദ്യം, ഇത് ഇന്ത്യ ജയിച്ചു, ഇന്ത്യ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നിട്ടുള്ളൂ, പാകിസ്ഥാനാണ് ജയിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവന്മാർ ഈ റാഫേൽ കുറേ കള്ളക്കഥ ഉണ്ടല്ലോ ഇവന്മാരിൽ. ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാമൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ഇവർ കുറേ കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്മാർ ഈ കഥകൾ ഫുള്ള് അടിച്ച് വിട്ട് മീമുകളായും ട്രോളുകളായും ഇവന്മാർ അഴിഞ്ഞാടിയിരുന്നില്ലേ? എന്തിന്? ഈ മാച്ച് നടന്ന ഈ രാജ്യത്ത് തന്നെ ഇവന്മാർ അഴിഞ്ഞാടിയിരുന്നില്ലേ നമ്മളെ ആളുകൾക്കെതിരെ? ചെയ്യും, ഒന്നും വേണ്ട. തോറ്റു തുന്നമ്പാടി യുദ്ധവും നടന്നിട്ടില്ല. നമ്മൾ അടിച്ച 2 കൊട്ട് നമ്മൾ ചൊട്ടിയിട്ടുള്ളൂ, അടിച്ചിട്ടുമില്ല. ആ 2 ചൊട്ടിൻ്റെ മുകളിൽ തന്നെ ഇവരുടെ മുൻ ക്രിക്കറ്റ് താരം അവിടെ കാർ റാലിയൊക്കെ നടത്തിയ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ കുറേ മലയാളികൾ അബ്രോഡ് ഇതേപോലെ, ഞാൻ പറയുന്നില്ല, ഇതേപോലെ കുറേ അന്തം വിട്ട ടീംസ് ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്താണ്. ഷാഹിദ് അഫ്രീദിനും ഉമർ ഗുളിനെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു ആഘോഷമൊക്കെ നടത്തിയിട്ട് എയർപോർട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ടീംസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും കുറേ എണ്ണങ്ങളുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും ഇരുന്ന് ചോദിക്കുന്നത് ഈ ചോദ്യമാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. രാജ്യത്തിന് കഴിഞ്ഞിട്ടാണോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? രാജ്യത്തിൻ്റെ മുകളിലാണോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? എടേ, ഇത് നമ്മുടെ രാജ്യത്തിന് റെപ്രസെൻ്റ് ചെയ്ത് കപ്പടിക്കുന്നതാണ്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ മെയിൻ സാധനം. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണ്ടേ, നമ്മളവിടെ കളിക്കണ്ടേ? മനസ്സിലായോ? അപ്പോൾ ബാക്കിയുള്ള സ്പോർട്ടിലൊക്കെ നമ്മൾ കളിക്കണം, നമ്മൾ ഇവരെ തോൽപ്പിക്കണം.
തോൽപ്പിച്ചതിന് ശേഷം പിന്നെ അവരെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. തോൽപ്പിച്ചു, അടിച്ച് പുറത്താക്കി, വിട്ട വണ്ടി കഴിഞ്ഞു. അങ്ങനെ അത് കൃത്യമായിട്ടല്ലേ ഇവർ ചെയ്തേ. പിന്നെ അതിനിവിടെ ഇരുന്നിട്ട് സച്ചിൻ ചെയ്തോ, ഗാംഗുലി ചെയ്തിരുന്നോ, രോഹിത് ശർമ്മ ചെയ്തോ, വിരാട് കോഹ്ലി ചെയ്തോ, അന്ന് പഹൽഗാമില്ല, അന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പം പറയും അന്ന് യുദ്ധം സംഭവിച്ചില്ലേ, മറ്റേ സംഭവിച്ചില്ലേ. അന്നൊക്കെ ഇതേപോലെ വിട്ടുകൊടുത്ത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കൈ നീട്ടിയിട്ടാണ് ലാസ്റ്റ് എന്ത് ചെയ്തത്, തിരിച്ചിങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലായിടത്തും അടി കിട്ടുന്നതായപ്പോൾ പിച്ച തണ്ടാൻ തുടങ്ങി. അങ്ങനെ ദണ്ഡിക്കണം ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിന് ശേഷം സൂര്യകുമാർ യാദവിനോട് വീണ്ടും പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സെയിം കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞൊരു ഉത്തരം കേൾക്ക്. See, I think we had perfect, our government and BCCI, we were aligned together, and rest we came here, we took a call, and I feel we came here just to play the game. I think that's, and we gave the proper reply. Dekho kaisa hai, I feel few things in life are ahead of sportsman spirit also. And I've already answered it. I've told it at the presentation as well, that we actually stand with all the victims of Pahalgam terror attack, and we stand with their families, also express our solidarity. Also, as I said at PC, that we dedicate this win to our brave armed forces who took part in Operation Sindoor, and as they continue to inspire us all, we'll try our best whenever given an opportunity to inspire them as well, if possible. There is something, sometimes സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ മുകളിൽ രാജ്യസ്നേഹമുണ്ട്. രാജ്യസ്നേഹം വെക്കേണ്ട സാഹചര്യത്തിൽ വെച്ചു കൃത്യമായിട്ട്. മനസ്സിലായോ? പിന്നെ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പാകിസ്ഥാനികൾ ഫീൽഡിൽ നിന്നിട്ട് നമ്മളോട് കാണിക്കുന്ന ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ മാച്ച് നടന്ന സമയത്ത്. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇപ്പം പാകിസ്ഥാന് വേണ്ടി മുറവിളി കൂട്ടുന്ന, പാകിസ്ഥാന് വേണ്ടി കരയുന്ന, അതും എങ്ങനെയാണ് ഫേക്ക് ഫേസ് ആയിട്ടാണ് കരയുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ബാക്കിൽ ഇരുന്നുകൊണ്ടാണ് പാകിസ്ഥാനുള്ള സ്നേഹം പറയുന്നത് പല മഹാന്മാരും. അതങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് പാകിസ്ഥാനാണ് ജയിച്ചത് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായിരുന്നു സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും ഉത്തരവും പറയാനുണ്ടോ? വെറുതെ വെച്ചേക്കും ഇവരില്ല, ചെയ്യില്ല. വെറുതെ വെക്കാൻ കണ്ടിട്ടില്ല. ഇവിടെ മറ്റേ ഇപ്പോൾ പാക് മീഡിയാസൊക്കെ ഭയങ്കരമായിട്ട് ഇവരെ തോറ്റതിൻ്റെ ഒരു, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടാകുന്ന സമയത്ത് പാക്ക് തോറ്റു കഴിഞ്ഞാൽ അവിടുത്തെ മീഡിയാസിൽ ഇവരെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് കൊല്ലും. മനസ്സിലായോ? നാട്ടുകാർ പബ്ലിക് ഒപ്പീനിയൻ കേൾക്കുമ്പോൾ വെട്ട് വിളിയാണ്. അപ്പം അതിന്നൊക്കെ ഒന്ന് മാറി ഇവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഷെയ്ക്ക് ആൻഡ് ഇഷ്യൂം പറഞ്ഞിട്ട് അങ്ങനെ നടപ്പാണ് പരിപാടി. ഇതിനിടയിൽ കുറേ കംപ്ലയിൻറ്റ് ICCക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. മാച്ച് റഫറീനെ മാറ്റണം, അയാളെ ഇനി വെക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനി അവർ ഏഷ്യ കപ്പിൽ കളിക്കില്ല, ഇയാളെ റിമൂവ് ചെയ്തേ പറ്റും മാച്ച് റഫറീനെ. പോയി പണിയൊക്കെ പറഞ്ഞു ICC. പിന്നെ ഏത് റൂൾ ബുക്കിലാണ് എഴുതിയിട്ടുള്ളത് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക? അത് മാൻഡേറ്ററി ആയിട്ടൊന്നുമല്ല. മനസ്സിലായോ? അത് ശത്രുക്കളോട് ചെയ്യേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സംഗതിയിൽ ഇനി എന്തൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ കരഞ്ഞാലും സൂര്യകുമാർ പറഞ്ഞു തന്നെ ഉള്ളൂ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ മുകളിൽ രാജ്യത്തോടും രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോടും പഹൽഗാമിൽ ജീവൻ പോയ അവർക്കും അവരുടെ ഫാമിലിക്കും അവർക്ക് കൊടുക്കുന്ന അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ശത്രുവിൻ്റെ അടുത്ത് കൈ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു കൃത്യമായിട്ട് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ അതിൽ. അതിനകത്ത് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പാക്കിനെ സ്നേഹിക്കുന്ന ഏത് പന്നകളെന്തിനും എന്തൊക്കെ പറഞ്ഞാലും അതിനോടൊന്നും യോജിക്കാനും പറ്റില്ല, എതിർക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ വർത്താനങ്ങൾ. ഓക്കെ, ഇതെൻ്റെ സ്റ്റാൻഡാണ്. അതിന് എത്ര പേര് യോജിക്കും അല്ലെങ്കിൽ ഇതിൽ എതിർപ്പ്. ഇപ്പോൾ ഡിപ്ലോമസി ഭയങ്കരമായിട്ട്, ഇപ്പം ഞാനും പറയാറുണ്ട്, ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കേണ്ട സമയങ്ങൾ ഉണ്ടാവാറുണ്ട്, ടോപ്പിക് ഉണ്ടാവാറുണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതല്ല. കുറേ ആയി ഇന്ത്യ ഡിപ്ലോമാറ്റിക് ആവാൻ തുടങ്ങിയിട്ട് ഈ വിഷയങ്ങളിൽ. ഇപ്പം അല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പലരും പറയും ആ രാജ്യത്തും നല്ലവരുണ്ടാവില്ലേ, ആ രാജ്യത്തിലും ഇന്ത്യ സ്നേഹിക്കുന്നവരുണ്ടാവില്ലേ, ആ രാജ്യത്തുള്ളവരും നല്ലവരായിരിക്കില്ലേ? എനിക്കത് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ ചില സമയത്ത് നാണക്കേട് തോന്നാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇറ്റങ്ങളെ സ്നേഹിക്കുന്ന കുറേ എണ്ണങ്ങൾ ഈ മണ്ണിലുണ്ടല്ലോ എന്നുള്ളത്. അതിനൊരു ചെറിയൊരു വിഷമം മനസ്സിനകത്തുണ്ട്. ഓക്കെ, എന്താണെങ്കിലും സൂര്യ ആൻഡ് ടീം ചെയ്തത് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. ഫുൾ സപ്പോർട്ട്, ഒന്നും പറയാനില്ല കാര്യത്തിൽ.